പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ 12ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പിടിച്ച നോമ്പുകൾ, മുഹറം 9, 10, 11 നോമ്പ് പിടിച്ചവരാണല്ലോ, എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് വീഡിയോയിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വലിയ പരാജയമായിരിക്കും. 4 കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വലിയ പരാജയമായിരിക്കും. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ, ബറക്കത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് മൊത്തം ഒരു 8 കാര്യം പറയുന്നുണ്ട്. ഇത് വളരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരമായി ആ ഒരു സമയത്തിലൂടെ, സന്ദർഭത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മൊത്തം ഒരു 8 കാര്യം പറയുന്നുണ്ട്. 4 കാര്യം നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് പേര് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ടേ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് ജീവിതത്തിൽ നൽകട്ടെ, ആമീൻ. പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ 12ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പിടിച്ച നോമ്പുകൾ, മുഹറം 9, 10, 11 നോമ്പ് പിടിച്ചവരാണല്ലോ, എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് വീഡിയോയിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വലിയ പരാജയമായിരിക്കും. 4 കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വലിയ പരാജയമായിരിക്കും. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ, ബറക്കത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് മൊത്തം ഒരു 8 കാര്യം പറയുന്നുണ്ട്. ഇത് വളരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരമായി ആ ഒരു സമയത്തിലൂടെ, സന്ദർഭത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മൊത്തം ഒരു 8 കാര്യം പറയുന്നുണ്ട്. 4 കാര്യം നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് പേര് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ടേ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് ജീവിതത്തിൽ നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ അല്ലാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോകളൊക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. വീഡിയോകൾ കണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ദുആ വസിയത്തുകൾ പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവരുണ്ട്, നാം സ്നേഹിക്കുന്നവരുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി, അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കുകയും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ്, അതായത് ആ മരിക്കുന്ന സെക്കൻഡ് വരെ നിസ്കാരം ഖളാ ആക്കാതെ നമുക്ക് ജമാഅത്തോടുകൂടി പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സർവ്വസ്തുതികളും നമ്മൾ പറയേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട മുഹറം 9, മുഹറം 10, അതുപോലെ മുഹറം 11 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 12ാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ മുഹറം 9, 10, 11 പിടിച്ച ഒരുപാട് നോമ്പ്, അതുപോലെ തന്നെ ഒരുപാട് ഖുർആൻ പാരായണം, ദിക്ർ, ഔറാദുകൾ നമ്മുടെ മജ്ലിസിലൊക്കെ അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ പങ്കെടുത്ത് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാം നീ കബൂലാക്കി അവരുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, അൽഹംദുലില്ലാ, ഇന്ന് മുഹറം 12 ഇന്നും നോമ്പെടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും. പിടിച്ചോ, വലിയ ഖൈറാണ്, വലിയ നന്മയാണ്. നാളെ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവ് മഗ്‌രിബോടുകൂടി വരുന്നു. അതുപോലെ മറ്റന്നാൾ 2ാമത്തെ വെള്ളിയാഴ്ച പകൽ അൽഹംദുലില്ലാ അല്ലാഹു തആല
നമുക്കെല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങളിലും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം. നാളെ വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നാളത്തെ നോമ്പിന് വേണ്ടി ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കിൻ. അതുപോലെ തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കിൻ. അതൊക്കെ വലിയ ഖൈറാണ്, വലിയ സലാമത്താണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ബറക്കത്തും നൽകട്ടെ. ഈ ബറക്കത്ത് നൽകട്ടെ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ തന്നെ നമ്മൾ കൊണ്ടുവരണം കേട്ടോ. നമ്മുടെ വീട്ടിലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ വലിയ വിഷമം ഉണ്ടാകും, വീട്ടിൽ വലിയ പ്രയാസമുണ്ടാകും, വീട്ടിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ 4 കാര്യമുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം, 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം. അതായത് 4 കാര്യം വീട്ടിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ ബർക്കത്തുണ്ടാകും, വീട്ടിലും ഖൈറുണ്ടാകും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. മഹാനായ അബൂ ലൈസ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം പറയുന്നു, അർബഅത്തുൻ ഇല്ലാ സആദ ഫീഹി, 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയമുണ്ടാകും. ദുനിയാവിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട പരാജയം ഉണ്ടാകുന്നത് നാളെ ആഖിറത്തിലാണ്. ആഖിറത്തിൽ വലിയ പരാജയമുണ്ടാകും. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, നമ്മളൊക്കെ ജീവിക്കുന്നത് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് അല്ലേ. ദുനിയാവിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആർക്കാ ഇപ്പോൾ പ്രയാസമില്ലാത്തത്? ആർക്കാ ഇപ്പോൾ പ്രശ്നമില്ലാത്തത്? ഈ പറയുന്ന എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ ദിക്റും സ്വലാത്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിചാരം ഉസ്താദിൻ്റെ ജീവിതം വലിയ ഹാപ്പിയാണോ റാഹത്താണെന്നാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ട്. ഓരോ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കതിൻ്റെതായ ദിക്റുകളും സ്വലാത്തുകളെ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. എന്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് അത് മുത്ത് റസൂലിനാണ്. ആ മുത്ത് ഹബീബിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിൽ സാധാരണക്കാരായ എന്നെപ്പോലെ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ കാര്യം പറയണോ? വലനബുലുവന്നക്കും എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സാധാരണമാണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതപ്പം തന്നെ അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമല്ല, എന്തിനാണ് പടച്ചോൻ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാനൊക്കെ എത്രയോ നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, എന്തിനാണ് പടച്ചോൻ എന്നെ മാത്രം. അതുപോലെ തന്നെ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. മറ്റു ചില ആളുകൾ ഇത് സിഹറാണ്, ഒരു പനി വന്നാൽ സിഹറാണ്, ഒരു ജലദോഷം വന്നാൽ കണ്ണേറാൻ. എന്തുട്ടാ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്ന് അപ്പം തന്നെ ഇത് സിഹറാണ്, കൂടോത്രമാണ്, എനിക്കറിയാം അവനാണത് ചെയ്തത്, എൻ്റെ കുടുംബത്തിൽ ഇവനാണ്, അങ്ങനെ എന്തോ. കാരണം നമ്മളൊരു ചെറിയൊരു പ്രശ്നം വരുന്നാൽ തന്നെ ഇതൊരു സിഹറാണ്, കൂടോത്രമാണ്, അല്ലെങ്കിൽ കണ്ണേറാണെന്ന് നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ ഫുൾ നെഗറ്റീവായിരിക്കും. പിന്നെ ഫുള്ള് എന്ത് പ്രശ്നം വന്നാലും ഒരു നഖം മുറിക്കുമ്പോൾ ഒന്ന് കയറിപ്പോയാൽ അപ്പം തന്നെ പറയുന്നത്, അല്ലെങ്കിൽ കയ്യിലൊരു പാട് വന്നാൽ ഇത് സിഹറിൻ്റെ പാടാണ്. അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അത് അങ്ങനത്തെ ഒരു സിഹർ ഇല്ലാന്നല്ല, സിഹറൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? എന്ത് വന്നാൽ അത് സിഹറാണ്, ബുദ്ധിമുട്ടാണ്, കണ്ണേറാണ് എന്നൊന്നും പറഞ്ഞ് നടക്കാതെ അള്ളാഹുവിൽ തവക്കുലാക്കി ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. 4 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാകും, പ്രയാസമുണ്ടാകും. സിഹർ പോലെ കണ്ണേറ് പോലെയൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടും. അപ്പോൾ 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരുവൻ ലാ യഖൂലു സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആരൊക്കെ സ്വലാത്ത് പറയാറുണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എത്ര പേര് സ്വലാത്ത് പറയാറുണ്ട്? സ്വലാത്ത് പറയാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. എന്തേ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നത്? കച്ചവടം ചെയ്തിട്ട് എന്തേ ബറക്കത്തില്ലാത്തത്? രോഗങ്ങൾ വരുമ്പോൾ മരുന്ന് കഴിച്ചിട്ട് എന്തേ മാറാത്തത്? നമ്മൾ ഈ ദുന്യാവ് മാത്രമുള്ള ആളുകളല്ലോ, ആഖിറത്തിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അപ്പോൾ ആഖിറത്തിൽ കൂടി വിജയിക്കാനുള്ള ചില കാര്യങ്ങൾ ദുന്യാവിൽ ചെയ്താലേ നമ്മൾ എന്ത് ചെയ്യൂ? ഈ ദുന്യാവ് രക്ഷപ്പെടൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എപ്പോഴൊക്കെ കേൾക്കുന്നു അപ്പോഴൊക്കെ സ്വലാത്ത് പറയണം. പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടും. നബി തങ്ങളുടെ സ്വലാത്ത് എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം സിഹറും കണ്ണേറും ആപത്തും മുസീബത്തും അള്ളാഹു തട്ടിമാറ്റുമെന്ന് നമുക്ക് വ്യക്തമായി മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മറന്നു പോകരുത്. ഒരു ദിവസം 10 സ്വലാത്ത് കുറഞ്ഞത്, ഒരു ദിവസം മുത്തായ ഹബീബിൻ്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 സ്വലാത്ത്. നമ്മൾ അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഓരോ നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ദുആ ചെയ്യൂലേ?
ദുആ ചെയ്യണം. ആ ദുആക്ക് ശേഷം എന്ത് ചെയ്യണം? ഒരു 3 വട്ടം സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇപ്പോൾ സ്വലാത്ത് പറഞ്ഞില്ലേ, ഈ ഒരു 3 സ്വലാത്ത് ഓരോ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം കുറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ ഒരു ദിവസം 15 സ്വലാത്തായി അല്ലേ? 10 കണക്ക്, പക്ഷെ 15 സ്വലാത്തായി. അപ്പോൾ അതുകൊണ്ട് നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പരമാവധി സ്വലാത്ത് അധികരിപ്പിക്കുക. അതെന്താണ്? അങ്ങനെ ചെയ്യാത്തവൻ്റെ ജീവിതം തന്നെ പരാജയപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഇനി വരുന്ന സമയത്തൊക്കെ നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം കേട്ടോ, അല്ലദീ ലാ യുജീബുൽ മുഅദ്ദിൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പലരും ചിലപ്പോഴൊക്കെ, നമ്മളൊക്കെ എപ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് മുഅദ്ദിൻ അല്ലേ, ബാങ്ക് വിളിക്കുന്ന ആ മുഅദ്ദിൻ സാഹിബിന് ഇജാബത്ത് കൊടുക്കാൻ മറന്നു പോവുക. മുഅദ്ദിന്, അതായത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കാൻ മറന്നു പോവുക. മാത്രമല്ല ബാങ്ക് വിളിക്കുമ്പോഴുള്ള സംസാരം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, യതലജ്ലജു ലിസാനഹു ഇൻദൽ മൗത്ത്. അതായത് മരിക്കുന്ന സമയത്ത് നാവിങ്ങനെ ഇങ്ങനെ വിറക്കും, ഇങ്ങനെ പിടക്കും, വിറയ്ക്കുമെന്നാണ് യതലജ്ലജു എന്നതിൻ്റെ അർത്ഥം. അതായത് കെലിമ ചൊല്ലാൻ പറ്റൂലാന്നേ. കെലിമ ചൊല്ലാൻ പറ്റാതെ നമ്മൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. അല്ലാഹു എനിക്ക് കെലിമ പറയാൻ അറിയാം, മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ കെലിമയുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. അത് വല്ലാത്തൊരവസ്ഥയല്ലേ, അത് പുറത്തേക്ക് വരുന്നില്ല. എന്താ? ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കടകടാ നിങ്ങൾ സംസാരിക്കല്ലേ, ബാങ്കിന് വില കൊടുക്കണം. അങ്ങനെ നമ്മൾ എന്താണ്, ഈ ബാങ്കിന് വില കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ബർക്കത്തുണ്ടാവില്ല. ഈ മുഹറം മാസം പരിശുദ്ധമായ ഒരു മുഹറം മാസമാണ് അല്ലേ? അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ പറയുന്ന ഒരു ദിക്ർ മുമ്പ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല. ഒരുപാട് പ്രതിഫലമാണ് ബാങ്ക് കേൾക്കുമ്പോൾ ആ ഒരു വാചകം പറഞ്ഞാൽ ഒരുപാട് നേട്ടമുണ്ട്. എന്താ പറയേണ്ടത്? മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല. മറന്നു പോരുതേ. ഇത്രയും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് മർഹബ എന്നെങ്കിലും പറയണം. മർഹബ എന്നെങ്കിലും പറയണം. അതായത് സ്വാഗതം എന്നതിൻ്റെ അർത്ഥം. അതെങ്കിലും ഒന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഈ ബാങ്കിന് ഇജാബത്ത് കൊടുക്കാതിരിക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തട്ടമിടൽ നിർബന്ധമാണോ? അത് അദബാണ് അല്ലേ? സ്ത്രീകൾ, ഉമ്മമാരെ, സഹോദരിമാരെ എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ തട്ടമിടും. പഴയ ഉമ്മമാരങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് എടുത്ത് തലയിലേക്ക് ഇടും അല്ലേ? അത് ഇപ്പോഴും ചെയ്യുന്ന ഉമ്മമാരുണ്ട്, അങ്ങനെ ചെയ്യുന്ന ഉമ്മമാരുണ്ട്. പ്രത്യേക ഒരു അദബുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയ ഖൈറാണ്. ബാങ്ക് വിളിക്കുന്നത് കേട്ടാലും ഉസ്താദുമാരെ കണ്ടാലും അപ്പം തന്നെ തലയിൽ തട്ടുവിടും. അത് ആ സമയത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും തലയിൽ തട്ടം ഉണ്ടാവണം. അങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അദബാണ്, മര്യാദയാണ്. പിന്നെ അപ്പോൾ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യം, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഇജാബത്ത് കൊടുക്കുക. കൊടുക്കാത്തിടത്തോളം കാലം ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. പിന്നെ മൂന്നാമതായി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. മൂന്നാമത്തേത്, മനിസ്തആന ബിഹി ഇൻസാനൻ ബിഖൈരിൻ ഫലാ യുഈൻ. ഒരാളൊരു നന്മയായ കാര്യത്തിന് വേണ്ടി സഹായം ചോദിച്ചു എന്നിട്ട് കൊടുക്കുന്നില്ല. ഒരു പള്ളി പണിയാൻ, മദ്രസക്ക് വേണ്ടി, ഒരു യത്തീം കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി, പാവപ്പെട്ട മുഅല്ലിമിൻ്റെ ഒരു ചികിത്സാ സഹായം പാവപ്പെട്ട രോഗിക്ക് കൊടുക്കാൻ, ഇങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടി ഒരു സഹായം ചോദിച്ചാൽ ഒന്നും കൊടുക്കൂല. കൊടുക്കുമ്പോൾ നിസ്സാരമായ എന്തെങ്കിലും കൊടുക്കും. അതിലോ കൊടുക്കാൻ ഒരുപാടുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ ഒരു സിനിമാറ്റിക് ഡാൻസ് നമ്മുടെ സ്ഥലത്ത് വായനാശാലയുടെ കീഴിൽ, നമ്മുടെ ക്ലബിൻ്റെ കീഴിൽ ഒരു കോമഡി പരിപാടി നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇശൽ നൈറ്റ് നടക്കുന്നു. അപ്പോൾ അതിലേക്ക് സംഭാവന 1000 രൂപ എഴുതിക്കോ, 1000 രൂപ, 10,000 രൂപ, 5000 രൂപ, 2000 രൂപ എഴുതിക്കോ. പള്ളിക്ക് വന്നാലോ 100 രൂപ, 50 രൂപ. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, നന്മയിൽ സഹായിക്കാൻ മടി. അതെന്താണ്? ആഖിറം മാത്രമല്ല ജീവിതം മുഴുവനും പരാജയപ്പെടും എന്നതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അതുണ്ടാവരുത്. നന്മയിൽ നല്ലതുപോലെ സഹായിക്കുക. നാലാമത്തേത്, വളരെ പ്രധാനത്തോടു കൂടി എൻ്റെ ഉമ്മമാരും ഒപ്പമാരും ശ്രദ്ധിക്കുക. മൻ ലാ ദുആ ബഅദ സ്വലാഹ്. അവൻ എന്ത് ചെയ്യുന്നില്ല? നമസ്കാരത്തിന് ശേഷം, ഫർദായ അവൻ്റെ നമസ്കാരത്തിന് ശേഷം അവൻ ദുആ ചെയ്യുന്നില്ല. ദുആ ചെയ്യാതെ വെറുതെ എണീറ്റ് പോവുക. അത് സ്ഥിരമായിട്ട് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. എന്താണ്? അവൻ്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട്
നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 5 ദുആ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ ഉമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും, എൻ്റെ വാപ്പമാർക്കും ഒക്കെ അറിയാമായിരിക്കും. ഒരു 5 ദുആ നമ്മൾ എന്തായാലും അറബിയിൽ പഠിച്ചു വെക്കണം. വേറെ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. റബ്ബനാ വലംനാ അംഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മൊത്തം 5 ദുആ. ഈ 5 ദുആ എന്തായാലും ഇത് പറയാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു ഒറ്റ മിനിറ്റ് മാത്രം മതി. 1 മിനിറ്റ് പോലും വേണ്ട, ഒരു 3/4 മിനിറ്റ് മാത്രം മതിയാകും. അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷം കൈകൾ ഉയർത്തിയിട്ട് ഈ 5 ദുആ എങ്കിലും കുറഞ്ഞത് പറഞ്ഞിട്ടേ നമ്മൾ എഴുന്നേക്കാവൂ. അത് ഉമ്മമാരും ശ്രദ്ധിക്കണം, വാപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു മനുഷ്യൻ ഫർളായ നമസ്കാരത്തിന് ശേഷം സ്ഥിരമായി ദുആ ചെയ്യാതിരിക്കുന്നത് ആ ജീവിതത്തിൽ തന്നെ പരാജയപ്പെട്ടു പോകും. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. എന്താ നമ്മൾ ദുആ ചെയ്യാതെ എണീറ്റ് പോകുന്നത്? എനിക്കിപ്പോൾ ദുആ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിപ്പോൾ കാശൊക്കെ ഉണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അള്ളാഹിൻ്റെ വലിയ സഹായമൊന്നും വേണ്ട എന്നുള്ള ഒരു ചിന്തയെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ പിടുത്തുണ്ടാവും. അതുകൊണ്ട് ഈ 4 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4 കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ പരാജയമുണ്ടായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി നമ്മുടെ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. വീട്ടിൽ 4 കാര്യം ഉണ്ടാവണം. ഏതൊക്കെയാ? ഒന്നാമത്തേത്, വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് വേണേ കടക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എപ്പോഴും ഓർക്കണമെന്നില്ല, ഓർക്കുന്ന സമയത്തൊക്കെ ഓർത്ത് തന്നെ നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ വലതുകാല് കൊണ്ട് കയറുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. വീട്ടിലേക്ക് കടന്നാൽ വീട്ടിലുള്ള ആളുകളോട് സലാം പറയുക, അസ്സലാമു അലൈക്കും എന്ന് പറയുക. വീട്ടിൽ ഭാര്യ ഉണ്ടാകാം, ഉമ്മ ഉണ്ടാകാം, ഭർത്താവ് ഉണ്ടാവാം, വാപ്പ ഉണ്ടാകാം, മക്കളുണ്ടാവാം, അനുജനുണ്ടാവാം, അനുജിത്ത് ഉണ്ടാവാം, അവരോടൊക്കെ സലാം പറയുക. പിന്നെയോ വീട്ടിൽ കടന്നാൽ 3 വട്ടം കുറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതൽ പ്രത്യേകം നല്ലതാണ്. ഉമ്മമാരൊക്കെ വീട്ടിലാണല്ലോ നിസ്കരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിസ്കാരമുണ്ടാവണം, അതുപോലെ ഖുർആനോത്തുണ്ടാവണം, ദിക്റൗറാദുകൾ ഉണ്ടാവണം. ആ വീട്ടിൽ എന്താണ് വലിയ ബർക്കത്തുണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ വീട്ടിൽ വലിയ ദാരിദ്ര്യവും പ്രശ്നങ്ങളും അതുപോലെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു എന്താ പറയുക പ്രയാസവും ഒരു ദുഃഖവും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? മൊത്തം ഒരു 8 കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യം ശ്രദ്ധിച്ചാൽ വീട്ടിൽ ബർക്കത്തുണ്ടാകും. 4 കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ അമ്പേ പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മുഹറം മാസമാണ്. പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു മാസമാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല എപ്പോഴും ദ്വാരക്കണം. ദ്വാ ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എപ്പോഴും എൻ്റെ ദ്വായിലും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു തആല ശിഫാ നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അള്ളാഹു തആല ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.